മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി UDF തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നത് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും. ഇവർ മൂന്നുപേരുമാണല്ലോ. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടെ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിരുന്നു. ഇവരുടെ സ്ട്രാറ്റജിയൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചു. വീഡിയോകൾ പുറത്തിറക്കുന്നു, ഡോക്യുമെൻ്ററി പുറത്തിറക്കുന്നു, പാട്ടുകൾ പുറത്തിറക്കുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിനെതിരെ ലീഗിന് ഇവരുടെ ഈ ഒരു പ്രവൃത്തി ലീഗിനെ ശരിക്കും അതൃപ്തിയിലാക്കിയിട്ടുണ്ട്. ലീഗിന് താല്പര്യമില്ല. ലീഗ് പറയുന്നു, അതായത് ഈ വോട്ട് ചെയ്തവർക്കിടയിൽ നിരാശ ഉണ്ടാക്കുന്ന സമീപനമാണ് ഇതെന്ന് ലീഗ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി പി. അബ്ദുൾ ഹമീദ് MLA ആണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായത് വിജയിച്ചതിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യും, അതിൽ വിശ്വാസമുണ്ട്. പക്ഷേ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ വളരെ മോശമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ലീഗിൻ്റെ ആ നിലപാട് സ്തുത്യർഹ്യമാണ്, സ്വാഗതാർഹമാണ്. കാരണം വേറൊന്നുമല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് എപ്പോഴും ഒരു ഇൻഡിപെൻഡൻസ്, പലപ്പോഴും നമ്മൾ സംസാരിച്ച കാര്യമാണ്, ലീഗിന് എപ്പോഴും ഒരു സ്വന്തമായ നിലനിൽപ്പുള്ള ഒരു പാർട്ടി തന്നെയാണ്, മാന്യതയുള്ളൊരു പാർട്ടിയാണ്. തന്നെയല്ല, ഒരു സംഘടനാ രീതി പിന്തുടരുന്ന ഒരു പാർട്ടി തന്നെയാണ് ലീഗ്. അക്കാര്യത്തിലൊന്നും നമുക്ക് ലീഗിൻ്റെ ഒന്നും പറയാനില്ല. കാരണം ഒരു തീരുമാനമെടുത്ത് ആ തീരുമാനം നടപ്പിലാക്കുക, അല്ലെങ്കിൽ അവിടെ പറയുന്ന ഒരു കാര്യം വസ്തുനിഷ്ഠമായി പറയുന്ന കാര്യങ്ങളിൽ, അതിൻ്റെ നേതൃത്വം പറയുന്ന കാര്യങ്ങളിൽ അതിൻ്റെ അണികൾ നടപ്പിലാക്കുക തുടങ്ങി വളരെ ശക്തമായ രീതിയിൽ സംഘടനാ മികവോടുകൂടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണ് ലീഗിൻ്റെ പ്രാധാന്യം. ആ ലീഗ് ഇതിനകത്ത് വന്ന് പെട്ടുപോയി എന്നുള്ളതാണ് ലീഗിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് തുടരണ്ടയോ എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു ധാർമ്മികാവസ്ഥയുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ വോട്ടെല്ലാം കൂടെ പെട്ടിയിലിരിക്കുന്നു. ഈ ജനങ്ങളെല്ലാം കൂടെ ഇപ്പം UDF തന്നെ ഒരു ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചു, ഒരു 90 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമല്ലോ. ഒരു 90 സീറ്റ് UDF ലഭിക്കുമെന്ന് തന്നെ വെച്ചു. ഈ 90 സീറ്റിൽ വിജയിക്കാനിരിക്കുന്ന ഒരു പാർട്ടി ജനങ്ങളെ എന്തുകൊണ്ടാണ് ആ 90 സീറ്റിൽ വിജയിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ആ പാർട്ടി ഇവിടെ വരണമെന്നും, അല്ലെങ്കിൽ UDF എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ വരണമെന്നും, ഞങ്ങളെ ഭരിക്കണം, അല്ലെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കണം എന്ന് ജനം വിചാരിച്ചുകൊണ്ടാണ് ആ 90 സീറ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ സീറ്റ് കിട്ടില്ല. അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ഭരണം വളരെ മോശമായി പോയി, അതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ഭരണം ഞങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെ ആളുകൾ വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കൂ. നിലവിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനം വന്നിട്ടില്ല. എത്ര നാളായെന്നേ പിന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കാൻ തുടങ്ങിയിട്ട്. ചർച്ച മാത്രമല്ല, ചർച്ചയ്ക്കപ്പുറത്തേക്ക് ആളുകൾ മൂന്നായി തിരിയുന്നു, പ്രവർത്തകർ മൂന്നായി തിരിയുന്നു, പാർട്ടി തന്നെ മൂന്നായി പിരിഞ്ഞുന്നുണ്ട്, പരസ്പരം ചെളി വാരി എറിയുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാരെ സൈബർ ആക്രമണം നടത്തുന്നു. എന്തിനേറെ പറയാം, കെ.സി. വേണുഗോപാലിന്റെ മകൾക്കെതിരായി പോലും സൈബർ ആക്രമണം നടത്തുന്ന തരത്തിലേക്ക് ഇവിടുത്തെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് അധപ്പതിച്ചു പോകുന്നത് നിസ്സഹായതയോടുകൂടി കണ്ടുകൊണ്ട് നിൽക്കേണ്ട ഗതികേടിലാണ് അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് ഇപ്പോഴുള്ളത്. അപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലീഗിന് അങ്ങനെ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകാൻ ലീഗിന് ബുദ്ധിമുട്ടുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലീഗിന്റെ അവസാന വാക്ക്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ തന്നെ അവർ പറയും, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട, ഞങ്ങൾക്ക് 5 മന്ത്രിമാരിൽ കൂടുതൽ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് അതിനെല്ലാമുള്ള യോഗ്യതയുണ്ട്. കാരണം ഇത്രയും മതി, 10-20 പേര് ജയിക്കുമെന്നാണ് ഇത്തവണ അവർ 25 സീറ്റുകളിലും അവർ മത്സരിക്കുന്നു. 20ഓളം ആൾക്കാരെ അവർക്ക് വിജയിപ്പിക്കാൻ കഴിയും ലീഗിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 20 MLA-മാരെ അവർക്ക് സുഖമായി ഇവിടെ കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നു. അപ്പം നിലവിൽ 20 MLA-മാർ നമ്മൾ നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെതായിട്ടുണ്ട്, RMP-യുടേതായിട്ടുണ്ട്, CMP-യുടേതായിട്ടുണ്ട്, പിന്നെ RSP-യുടേതായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ PJ ജോസഫിൻ്റെ ഉണ്ട്. ഇങ്ങനെ ഇത്രയും വരുന്ന ഘടകകക്ഷികളുടെ എല്ലാം വോട്ട് നേടി. KDP എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരവധി പാർട്ടികളുടെ ഒരു സംയോജിതമാണ് ഈ മുന്നണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും പാർട്ടികളിൽ നിന്നെല്ലാം ഓരോ MLA-മാർ വെച്ച് കൂട്ടി നോക്കിയുള്ളൂ, എത്രയായി? ഏകദേശം 10-25ഓളം വരുന്ന MLA-മാർ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഘടകകക്ഷികളായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്ക് അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടന്മാരെന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചുകൊണ്ടിരിക്കുക. അവർക്കൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുന്നില്ല, അവർക്ക് ഈ പറയുന്ന 11 മന്ത്രിമാരെ അവർക്ക് തീരുമാനിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇതെല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ലീഗ് നിൽക്കുന്നത്. ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ മന്ത്രിമാരാവണം, അല്ലെങ്കിൽ ആർക്കൊക്കെ മന്ത്രിസ്ഥാനം വേണമെന്നുള്ളതിനെ കുറിച്ച് ലീഗിനകത്തൊരു തീരുമാനമുണ്ട്.
ഇതല്ലെങ്കിൽ റിസൾട്ട് വന്നു കഴിഞ്ഞുകൊണ്ട് ലീഗ് അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കും. ഞങ്ങൾക്ക് ഇന്ന ആൾക്കാർ മന്ത്രിയാവും, ഇന്ന വകുപ്പുകളായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വകുപ്പുകൾ അടക്കം കൊണ്ട് ഇവർ അങ്ങോട്ട് UDFന്റെ മുന്നണി യോഗത്തിൽ ഇത് മുന്നോട്ട് വെച്ചിട്ട് അപ്പോഴും പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് കോൺഗ്രസിൽ അപ്പോഴും അടി തീരുന്നില്ല. കോൺഗ്രസിൽ അപ്പോഴും അടി നടക്കുകയാണ്. ഏത് വകുപ്പ് ആർക്ക് കൊടുക്കണം, ആഭ്യന്തരം ഇല്ലാത്ത മുഖ്യമന്ത്രി വേണോ, ആഭ്യന്തരമുള്ള മുഖ്യമന്ത്രി വേണോ, തല്ല് നടക്കുകയാണ്. ഈ തല്ലെല്ലാം കഴിഞ്ഞ് പിന്നെ AICC ഇടപെട്ടതിന് ശേഷം മാത്രമേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കൂ. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ മന്ത്രിമാരുടെ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് കൂടുതൽ മന്ത്രിമാരെ ആവശ്യമുണ്ടെന്ന് ലീഗ് ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ തീർച്ചയായിട്ടും കൊടുത്തേ പറ്റൂ. അതൊരു സ്ഥിതിയാണ്, അതൊരു അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അത്ര ക്വാളിറ്റി ഉള്ള ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന് ഇങ്ങനെ അടി നടക്കുന്ന കാണുമ്പോൾ ലീഗിന് എന്തായിരിക്കും ഉണ്ടാവുക? സ്വാഭാവികം. അതുകൊണ്ടാണ് ലീഗ് പറഞ്ഞത് വോട്ട് ചെയ്തവരെ പിന്നെ വിഷമിപ്പിക്കാൻ പാടില്ല, അല്ലെ വോട്ട് ചെയ്തവരെ നിരാശരാക്കരുത്. വോട്ട് ചെയ്യുന്ന ആൾക്കാരെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ തല്ല് നടക്കുന്നത്. അവർ എന്തൊരു അബദ്ധമായി പോയി എന്ന് ചിന്തിക്കില്ലേ? നമ്മൾ നിലവിലത്തെ ഒരു സാഹചര്യത്തെ, നിലവിലത്തെ ഒരു വ്യവസ്ഥിതിയെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ജനങ്ങൾ തിരിച്ചൊരു വോട്ട് ചെയ്യുക. അപ്പം ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തന്നെ വയ്ക്കുക. അപ്പം അങ്ങനെ ഒരു വികാരമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പാർട്ടിക്ക് ഞങ്ങളെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം, അല്ലെങ്കിൽ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു മുന്നണിക്ക് ഞങ്ങളുടെ ജനജീവിതം വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. പക്ഷെ അത് കഴിയില്ല. ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത്, ഇനിയിപ്പോൾ ഒരു മുഖ്യമന്ത്രി ഇനി ആരായിരുന്നാലും, രമേശ് ചെന്നിത്തലയായാലും KC ആയിരുന്നാലും VD സതീശനായിരുന്നാലും ഇവർക്കൊരിക്കലും വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ പറ്റില്ല. അത് 100% ഉറപ്പാണ്. ഇവർക്കൊന്നും വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ലീഗിലുള്ളവർ ചിലപ്പോൾ അതിനെ പിന്തുണച്ചെന്നിരിക്കും. കാര്യം ലീഗിന് ചുമതലയുള്ള മന്ത്രിമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ലീഗ് മുഖ്യമന്ത്രി പറയുന്നത് കേൾക്കും. ബാക്കി കോൺഗ്രസിനുള്ളിൽ നിന്ന് ഇപ്പം ചെന്നിത്തലയാണെന്നുണ്ടെങ്കിൽ VD സതീശനായിരിക്കും സുപ്രധാനമായ ഒരു വകുപ്പ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം മുഖ്യമന്ത്രി ചെന്നിത്തല പറയുന്ന VD സതീശൻ കേൾക്കണമെന്നില്ല. നിലവിലത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ 3 പേരും 3 വഴിക്ക് പോകുന്ന ആളുകളാണ്. ഇപ്പൊ KC ആണ് വരുന്നതെങ്കിൽ ഇവർ 2 പേരും കേൾക്കില്ലെന്നേ. ഈ 2 മന്ത്രിമാരും, അതായത് രമേശ് ചെന്നിത്തല മന്ത്രിയായിരിക്കും, KC പിന്നെ VD സതീശനും മന്ത്രിയായിരിക്കും, K മുരളീധരൻ മന്ത്രിയായിരിക്കും. അപ്പൊ ഈ പറയുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഇനി എങ്ങനെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ഏകോപനം ഉണ്ടാകാത്ത ഒന്നായി മാറും കേരളത്തിന്റെ ഭരണ സ്ഥിരാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. ഒരു തരത്തിൽ പോലും ഉണ്ടാവില്ല. ഇതൊക്കെ ജനം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ഒരിക്കൽ കൂടി കോൺഗ്രസിനെ ഇനി അടുത്ത ഒരു 3 തവണ കൂടി ഒരുപക്ഷെ കോൺഗ്രസ് കഴിഞ്ഞാൽ 2031 ശേഷം വീണ്ടും സർക്കാർ പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവണമെങ്കിൽ UDF അധികാരത്തിൽ വരില്ല. പിന്നീട് അങ്ങോട്ട് ഇനി എത്ര കാലം കഴിഞ്ഞാലും സർക്കാരുകൾ മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിലൊന്നും UDF സർക്കാരിൻ്റെതായ ഒരു പിന്മുറ ഉണ്ടാകുകയില്ല. അപ്പൊ ഇത്തവണ കയറിയില്ലെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് ഉണ്ടാകാൻ പോകുന്നില്ല. അടുത്ത തവണ എന്തായാലും കോൺഗ്രസ് അടിച്ചു പിരിയും. കോൺഗ്രസിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ, വലിയൊരു വിഭാഗം നേതാക്കന്മാർ ഇതിലേക്ക് പോകും, BJPയിലേക്ക് ചേക്കേറും. കാര്യം ഇനിയുള്ള കാലം BJPയുടേതാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ അറിയാവുന്ന പോലെ നന്നാവണം, കോൺഗ്രസ് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ ഇവരുടെ ഈ സ്വാർത്ഥ ചിന്താഗതികൾ എടുത്ത് മാറ്റി വെക്കണം. അതായത് എന്തിന് ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ എല്ലാവരുടെ ഉള്ളിൽ. ആ ചോദ്യത്തിന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്ര സേവനത്തിന് വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ ഓക്കെ. അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് പ്രശ്നം. പക്ഷേ നമുക്ക് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് VD സതീശൻ പറഞ്ഞൊരു കാര്യം. ഞാൻ അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് VD സതീശൻ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ VD സതീശന്റെ ധ്വനി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പുണ്യം കിട്ടാൻ വേണ്ടിയില്ല. പിന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ പുണ്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല. എനിക്ക് അധികാരം വേണം. അധികാരത്തിൽ കയറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. അപ്പോഴും പിന്നെ VD സതീശൻ എന്ന് പറയുന്ന ഒരാൾ അപ്പോഴും MLA ആണ് പറവൂർ മണ്ഡലത്തിൽ നിന്ന്. അവിടെ പറവൂരിന് വലിയ വികസനമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. VD സതീശനെ സംബന്ധിച്ച് ഒരു വികസനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ പിന്നെ പോകുന്ന പോക്കിൽ നമ്മൾ പറവൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന, നമ്മളിപ്പം കൊടുങ്ങല്ലൂരിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് പറവൂർ മണ്ഡലത്തിലൂടെയാണ് പോകുന്നത്. ഏറ്റവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുപ്പിക്കഴുത്ത് പോലിരിക്കുന്ന റോഡുകൾ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറവൂരിലൂടെ പോകണം. ഏറ്റവും വീതി കുറഞ്ഞ റോഡ് വികസനം അവിടെ എത്തി നോക്കിയിട്ട് പോലുമില്ല. വെള്ളക്കെട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. അവിടെ ഈ പറയുന്ന പോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോഴും വെള്ളം കയറുന്ന വീടുകളുണ്ട് അവിടെയൊക്കെ. അപ്പൊ എവിടെയാണ് വികസനം ഉണ്ടാക്കിയത് എന്ന് പറവൂരുകാർക്കറിയില്ല. VD സതീശൻ ഉണ്ടാക്കിയ പിന്നെ അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അപ്പം VD സതീശൻ ഇത്തവണ പിന്നെ വന്നു കഴിയുമ്പോൾ ആ ജനങ്ങളുടെ കമ്മിറ്റ്മെന്റ് വേണ്ടേ? അപ്പോഴും അവിടുത്തെ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ MLA അല്ലേ, പറവൂരിന്റെ MLA അല്ലേ. അപ്പം പറവൂരിന്റെ MLA ആയി VD സതീശൻ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ അപ്പൊ ആ മണ്ഡലത്തിലെ കാര്യങ്ങളായിരുന്നു നോക്കും. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ചോദ്യം അതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തിന് വേണ്ടിയിട്ടാകാൻ പാടില്ല, ജനസേവനത്തിന് വേണ്ടിയിട്ടായിരിക്കണം.
അപ്പം വി ഡി സതീശൻ അധികാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധികാരം കിട്ടിയില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. അപ്പൊ ഈ വനവാസത്തിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ മണ്ഡലത്തിലെ കാര്യങ്ങൾ ആര് നോക്കും? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംവിധാനം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ലീഗിന് ഈ പറയുന്ന പോലെ ഈ തമ്മിത്തല്ലും കണ്ടുകൊണ്ട് ഈ മുന്നണിക്കകത്ത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ലീഗിന് ആഗ്രഹമൊന്നുമില്ല. ലീഗിന് മുമ്പ് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് മത്സരിക്കാൻ ലീഗിന് അതിനുള്ള പാങ്ങുണ്ട്. മലപ്പുറം ജില്ല മുഴുവനായി അവർക്ക് കിട്ടും. അതിനുശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്ന് ജയിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം ചേരണോ എന്നുള്ള കാര്യം ലീഗ് തീരുമാനിക്കാം അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ. ഈ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ തന്നെ ലീഗ് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ലീഗിലേക്ക് ഒരുപാട് ആൾക്കാർ വരികയും ലീഗ് കുറച്ചുകൂടെ ശക്തിപ്പെട്ടു. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റ് അവർ UDF ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത തവണ എത്തുമ്പോഴേക്കും ലീഗിന് കുറച്ചുകൂടെ പ്രാധാന്യം കിട്ടും. ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ ചിലപ്പോൾ ലീഗുമായിട്ട് കൈ ഓർക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ന്യൂനപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ലീഗിന് കുറച്ചുകൂടെ പ്രാധാന്യം കേരളത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അപ്പം ലീഗ് സ്വാഭാവികമായിട്ടും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് മത്സരിക്കുകയും അധികാരത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം ചേരുകയും ചെയ്യും. അതൊരു പക്ഷേ ബി ജെ പിയോട് ആവാൻ NDA മുന്നണിയായിട്ട് ആവാൻ സാധ്യതയില്ല. ഒന്നുകിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയായി മാറും. എന്നിട്ട് ലീഗ് പറയും ആര് ഭരിക്കണമെന്ന്. ഈ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പം ഈ മുന്നണി ബന്ധങ്ങൾ വേണ്ട. അപ്പം ആരാണോ ഡീസന്റ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പിന്നെ രൂപീകരിക്കും. അവർ വെക്കുന്ന ചില എന്താ പറയാ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന മുന്നണിക്കൊപ്പം അവർ ചേർന്ന് നിന്ന് പിന്നെ മുന്നോട്ട് പോകും. അതായിരിക്കും ഇനി ലീഗിന്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ. കാരണം ഇങ്ങനെ നാണം കെട്ട് ഇപ്പൊ ആലോചിക്കും, അത് ആ മുന്നണിക്ക് മൊത്തത്തിൽ നാണക്കേടല്ലേ. ഈ കോൺഗ്രസിനകത്ത് ഇത്രയും വലിയ അടി നടക്കുന്നു. ഇനി മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ അടി നടക്കുന്നു. മുഖ്യമന്ത്രി തീരുമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു. ഇതൊക്കെ ലീഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ലീഗിന് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് എന്തിനിങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കണമെന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ തീരുകയാണ്. UDF പിന്നെ അധികാരത്തിൽ കയറുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ നിലവിലത്തെ സാഹചര്യം അതാണ് നമ്മളെ കാണിച്ചിരുന്നത്, അതാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ അത് ലീഗ് ഇനി എങ്ങനെ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തി അത് സമീപഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോഴേക്കും ഏറെക്കുറെ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും.